PWയുടെ റോഡ് വിങ്ങോ അല്ലെങ്കിൽ KRFO കേരള റോഡ് ഫണ്ട് ബോർഡോ അല്ലെങ്കിൽ റോഡ്സ് വിങ്ങോ അവരാരെങ്കിലും ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി, ചീഫ് എഞ്ചിനീയറെ വിളിച്ചു വരുത്തി, ഇന്ന കാര്യം ചെയ്യണം, ഇന്നയാളെ അതിന്റെ യൂസർ ഏജൻസി ആയിട്ട് നിശ്ചയിക്കുന്നു, നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച്. ഞാൻ ഈ കുട്ടികളുടെ പാലത്തിന്റെ ഒരു ഫയല്, ഒരു ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി എത്രയോ പരിശ്രമിച്ചെന്നറിയോ? പരിശ്രമിച്ചാൽ നടക്കും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നിവിടെ MD പറഞ്ഞു കഴിഞ്ഞു. ഇഫ് ദർസ് എ വിൽ ദർസ് എ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അക്കാര്യത്തിൽ സർക്കാർ ഒരു ബിൽ, ഒരു ആവശ്യം ആണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരു ആവശ്യം എന്ന നിലയിൽ ആ നടപടി സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ ആളുകൾ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നിയമസഭയിൽ ഞാനൊരു സാമാന്യം ദീർഘിച്ച ഒരു സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ സാമാന്യേന മറുപടി പറഞ്ഞു, സർക്കാരിന്റെ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു കാര്യം, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് റോഡ് വികസനത്തിന് പൈസ ഒഴിക്കുന്നു. ശബരിമലയുടെ റോഡ് വികസനത്തിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അനുമതിയോടെ എത്ര പൈസ ഒഴിക്കുന്നു? ശബരി റെയിൽപാത തന്നെ പരിഗണനയിലാണ് അല്ലെങ്കിൽ പുരോഗതിയിലാണ്. അപ്പൊ കൊട്ടിയൂരില് ഈ തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ടും ആവശ്യത്തിന്റെ പ്രാധാന്യം അത്യാവശ്യമാണ്, അടിയന്തര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുമുള്ള മുൻഗണന നൽകിക്കൊണ്ട് ഈ റോഡ് വികസനം, അതാണ് ഏറ്റവും പ്രധാനം. പാർക്കിംഗ്, റോഡ് വികസനം വന്നാൽ തന്നെ അതിൻ്റെ അകത്ത് പാർക്കിംഗ് കൂടെ കുറെ കൂടെ സൗകര്യപ്പെടും. പ്രൈവറ്റ് പാർക്കിങ്ങും ദേവസ്വം ബോർഡിന്റെ തന്നെ നേതൃത്വത്തിലുള്ള പാർക്കിങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് പരിഹാരമാകും. പിന്നെ വരുന്ന വിഷയം മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ